എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം ഈ ഒരു ക്യാൻവ സെഷൻ 2ലേക്ക് സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ സെഷന്റെ ഒരു എക്സ്പീരിയൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആളുകളും പല ഫ്ലയറുകള് അതുപോലെ തന്നെ മോഷൻ വീഡിയോസ് ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതില് ചെയ്തു നോക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാൻവയുടെ കുറച്ചുകൂടി ഏരിയകള് നമുക്ക് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ള വിഷയത്തിലാണ്. ഒപ്പം തന്നെ ക്യാൻവയുടെ ടോട്ടൽ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്താണ് ക്യാൻവയിലെ നമുക്ക് ചെയ്യാൻ ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡി ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, റെഡി ആണെങ്കിൽ ഒന്ന് റെഡി ടൈപ്പ് ചെയ്യാം കേട്ടോ. ഫുൾ എഴുതണമെന്നില്ല, 6 എഴുതിയാലും മതി റെഡീന്റെ. ഓക്കെ, എല്ലാവരും ഈ പറഞ്ഞ പോലെ രണ്ട് സിസ്റ്റത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി സൗകര്യമാണ്. കാരണം ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ കാണുമ്പോൾ മറ്റൊരു ഫോണിൽ ചെയ്തു നോക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നീട് സമയത്ത് നോക്കേണ്ടി വരും. അപ്പോ ഒരേ സമയത്താകുമ്പോൾ കുറച്ചും കൂടി ലൈവായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സൗകര്യം കൂടി ഉണ്ട്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതിന് ശേഷം ഗ്രൂപ്പിൽ വന്ന ഒരു പ്ലെയർ ആണിത്. നമ്മുടെ ടീമിൽ തന്നെ പെട്ട ആളുകൾ ചെയ്തതാണിത്. കുഴപ്പമില്ല. കളറും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ലൈവായിട്ട് ചെയ്തൊരു പോസ്റ്ററാണിത്. ഇതും ഇതിൽ തന്നെ ചെയ്തതാണ്, ക്യാൻവയിൽ തന്നെ ചെയ്ത ഒരു പോസ്റ്ററാണ്. ഇത് നമ്മൾ അന്ന് പരിപാടിക്ക് ഇടയിൽ ലൈവായിട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മളെ ഈ ക്യാൻവയുടെ നിങ്ങള് സംസാരിക്കുന്ന ആളുകള് മ്യൂട്ട് ചെയ്തുകൊണ്ട് പേര് കിട്ടുമ്പോഴല്ലേ നമ്മൾ ക്ഷണിക്കുള്ളൂ അല്ലെ? സംസാരിക്കുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, ഫ്ലെയർ ചെറിയൊരു പ്രസന്റേഷൻ, ഇത് കംപ്ലീറ്റ്ലി ക്യാൻവ വഴിയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിന്റെ സ്ലൈഡ് കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ എല്ലാ എലിമെന്റ്സും ക്യാൻവ ഉപയോഗിച്ചാണ് ചെയ്തത്, അല്ല PPT അല്ല. ഇത് ഡിസൈൻ ചെയ്തതും ഈ ഫോണ്ട് സെറ്റ് ചെയ്തതും ഈ പറയുന്ന ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക് കഫേ എന്ന് പറയുന്ന നെക്സ്റ്റ് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ബ്രോഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പ്രസന്റേഷൻ ആയിട്ടും ഉപയോഗിക്കാം. അതിന് പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതിൽ ഉപയോഗിച്ച എല്ലാ കണ്ടന്റുകളും നമ്മൾ ക്യാൻവ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല പുറത്തുനിന്ന് നമ്മളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഒക്കെ ക്യാൻവയിൽ ഉപയോഗിച്ചിട്ടുള്ള എലമെന്റ്സുകൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തത്. ഓക്കെ, ഇതിൽ ഉപയോഗിച്ച ചിത്രങ്ങള് AI ആണ് സപ്പോർട്ട് ചെയ്തത്. AIയിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താണ് ജനറേറ്റ് ചെയ്താണ്. അതായത് ഈ ചിത്രങ്ങൾ എവിടുന്നും എടുത്തതല്ല, നമ്മൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നോ കോപ്പി അടിച്ചതല്ല. ഇത് നമ്മൾ ഈ ഒരു പ്രസന്റേഷന്റെ സ്ലൈഡിന് വേണ്ടി മാത്രമായിട്ട് ജനറേറ്റ് ചെയ്തതാണ്. അതായത് നമ്മൾ ആവശ്യമുള്ള തീം കൊടുത്തതിന് ശേഷം അങ്ങനെ ചെയ്ത സംഗതികളാണ് ഇതൊക്കെ. ഇതിപ്പോ ഉണ്ടോ കസ്റ്റമൈസേഷൻ, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ലേണിംഗ്, അല്ലെങ്കിൽ എങ്ങനെ അവരെ സ്പെസിഫിക് ആയിട്ട് പരിഗണിക്കുന്നു എന്നുള്ള ഒരു തീം കൊടുത്തപ്പോ വന്നൊരു ഇമേജും ഒക്കെ എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളത്. ഒരു ലെസൺ പ്ലാന്, അതിനുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങള്, ഇതും ഒക്കെ ക്യാൻവ അല്ലെങ്കിൽ AI റിലേറ്റ് ചെയ്തുകൊണ്ടാണ് തന്നത്. ഇത് കാണിക്കുന്നത് എന്താ വെച്ചാല് ക്യാൻവ ജസ്റ്റ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പലതരത്തിലും നമുക്ക് ഉപയോഗിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഡിസ്പ്ലേ ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ക്യാൻവയിലേക്ക് പോവാം. ഇതാണ് ക്യാൻവയുടെ ഹോം പേജ്. ഇന്ന് ആദ്യമായിട്ട് വന്ന ചില ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്. ക്യാൻവ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്രാഫിക്സ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് വെബ്സൈറ്റിലും ലഭ്യമാണ്, അതുപോലെ തന്നെ ആപ്പായിട്ടും ലഭ്യമാണ്. അതൊരു ഡിസൈനിങ് ആപ്ലിക്കേഷൻ ആണ് ക്യാൻവ. ഇതില് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ട്രെൻഡിനനുസരിച്ച് നമുക്ക് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം, നമ്മളുടേതാക്കി മാറ്റാം. അതുപോലെ തന്നെ ഒരു കൊളാബറേറ്റീവ് ലെവലിൽ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പോസ്റ്ററുകൾ വരുന്നു. അപ്പൊ അതൊക്കെ നമുക്കും എന്ത് ചെയ്യാം, ആ ഡിസൈനുകൾ അങ്ങനെ തന്നെ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഡിസൈനുകൾ അങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് ജസ്റ്റ് ഒരു പോസ്റ്റർ, ഒരു പ്ലെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. അതിന് മുമ്പ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൽ എന്തൊക്കെ ഉള്ളത് എന്നുള്ള അതിന് എന്തൊക്കെ സാധ്യതകൾ, പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയുന്നത് നമുക്ക് നല്ലതാണല്ലോ. ഞാൻ ഇതിന്റെ ഹോം പേജാണ് ഇപ്പൊ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫോർ യു എന്ന് പറയുന്ന ഫസ്റ്റ് ഐക്കണ്. ഇതെന്താ വെച്ചാൽ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റുകളാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രെൻഡ് അനുസരിച്ച് അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഫോർ യു എന്ന് പറയുന്നത്. ഡോക്സ് എന്ന് പറഞ്ഞാൽ ഇതില് നമുക്ക് ഒരു വേർഡ് പോലെ, അതല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഗൂഗിൾ ഡോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിന്റെ അകത്തുള്ള ഡോക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പൊ CV ഒക്കെ പ്രിപ്പയർ ചെയ്യാനും, അതല്ലെങ്കിൽ നമുക്കൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം, ജസ്റ്റ് ഒരു സ്വഭാവത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ സ്വഭാവത്തിലോ ഉള്ള കണ്ടന്റുകൾ നമുക്ക് തയ്യാറാക്കി വെക്കാൻ ക്യാൻവയിലുള്ള ഓപ്ഷനാണ് ഈ ഡോക്സ്. അതായത് പ്ലെയറോ അല്ലെങ്കിൽ പരസ്യ സ്വഭാവത്തിലുള്ള സംഗതി അല്ലാതെ നമുക്ക് എന്തെങ്കിലും കണ്ടന്റ്, ഡീറ്റെയിൽ കണ്ടന്റുകൾ നമുക്ക് തയ്യാറാക്കി വെക്കാനാണ് ഈ പറയുന്ന ഡോക്ക് യൂസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റ് നമ്മുടെ അതിൽ കാണുന്ന ബട്ടണായി കാണുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ക്യാൻവയുടെ പ്രോ വെർഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രീ വേർഷനിൽ ഇല്ലാത്ത ഒരു ഫീച്ചർ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കിത് ഒരു പ്ലെയിൻ പേജ് ആക്കി എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടന്റ് ഞാൻ ടൈപ്പ് ചെയ്യാണ്. പാരന്റിങ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യാം, അത് ടിപ്സ് ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്കിവിടെ തയ്യാറാക്കി കൊടുക്കാം. ChatGPT-യോ ജെമിനിയോ മെറ്റയോ ഒക്കെ ഉപയോഗിച്ച അവിടുന്ന് എടുത്ത കണ്ടന്റുകൾ നമുക്ക് ഇതിൽ കൊടുക്കാം, അതൊക്കെ പറ്റും. അതേ സമയത്ത് ഇവിടെ നമുക്ക് AI ക്യാൻവയിൽ തന്നെ നമുക്ക് നൽകുന്ന ഒരു സപ്പോർട്ട് എന്താ വെച്ചാൽ, ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ ഒരു സ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾ ഇതിൽ ഡോക്സിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ അവൈലബിൾ ആവും. ഇത് ആണ് ഇതിലെ നമുക്ക് AI അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. മാജിക് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾ ക്യാൻവയിൽ ചിലപ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു സംഗതി ആയിരിക്കും. ഒന്നുമില്ല, ഈ പ്ലസ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് മാജിക് റൈറ്റ് വരും, അല്ലെങ്കിൽ ഈ സ്ലാഷ് അല്ലെങ്കിൽ ഈ ചെരിഞ്ഞ വര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാജിക് റൈറ്റ് വരും. ഓക്കെ, മാജിക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പറയാണ് ഗീവ് മീ 10 പാരന്റിങ് ടിപ്സ് എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ടൈപ്പ് ജസ്റ്റ് ഇത് ഹെഡിങ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ ജനറേറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കൺട്രോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ പാരന്റിങ് ടിപ്സ് നമുക്ക് എന്ത് ചെയ്യണ്ട, മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരണ്ട, ഇവിടെ തന്നെ എന്ത് ചെയ്ത AI നമുക്ക് ചെയ്തു തന്നു. ഓക്കെ, ഇനി ഇൻസേർട്ട് കൊടുക്കുന്നതോടുകൂടി എന്തായി, നമുക്ക് കണ്ടന്റ് റെഡിയായി. അത് ലൈവായിട്ട് നമുക്ക്
മറ്റൊരു AI ചാറ്റ് ബോട്ടിൽ പോവാതെ നമുക്ക് വേണ്ട കണ്ടന്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സംഗതി പ്രിപ്പയർ ചെയ്യാണ്, ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, AI അസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമേ കിട്ടുള്ളൂ. ലാംഗ്വേജ് പൊതുവെ എഐയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇംഗ്ലീഷാണ് നോർമലി സപ്പോർട്ട് ചെയ്യുക. അതേ സമയത്ത് മറ്റു ഭാഷകൾ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ചിലപ്പോഴെങ്കിലും എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ പറ്റാം. ചില ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ മറ്റോ ഒക്കെ ചിലപ്പോൾ, കാരണം ഇതിന്റെ ഡാറ്റാ ബേസ് കുറവാണ് മലയാളത്തിന് പൊതുവെ, അതുകൊണ്ടാണ് മലയാളം പൊതുവെ സാധുവായി മാറുന്നത്. അതേസമയത്ത് മറ്റു ഭാഷകളിൽ കിട്ടുകയും ചെയ്യും. അതേസമയത്ത് ചില പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യാം, മലയാളവും കറക്റ്റ് തന്നെ കിട്ടാറുണ്ട്. നമുക്ക് ബ്ലാങ്ക് പേജ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്തത്? ഞാൻ അതിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് അതിലേക്ക് വരാം. മാജിക് റൈറ്റ് എടുത്തുന്നു, ഗീവ് മീ ഇൻ മലയാളം. ഞാൻ ഇപ്പൊ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ പേജ് എടുത്തിട്ട് കൺട്രോൾ അടിച്ചപ്പോൾ മൊത്തം സെലക്ട് ആയി, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. ഇതാ കുഴപ്പമില്ല, മലയാളത്തിൽ വൃത്തിയിൽ വന്നിട്ടുണ്ട്. ആണോ? മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനും പരിചയ സമ്പത്തിനും അനുസരിച്ച് വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട്. അവർ എന്താണെന്ന് അനുഭവിക്കുന്നത്, എന്താണ് അവർക്ക് അഭ്യന്തരം തോന്നുന്നത് എന്നിവ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുഞ്ഞുമായി സംസാരിക്കുക, അവരുടെ ആശയങ്ങൾ സംശയങ്ങൾ കേൾക്കുക, സഹനശീലവും ക്ഷമയും, സുഹൃത്തായിരിക്കുക, നല്ല മാതൃകയാവുക, ശ്രദ്ധയും സ്നേഹവും നൽകുക. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ആദ്യമായിട്ടാണോ ക്യാൻവയിൽ ഇങ്ങനത്തെ ഒരു സൗകര്യം മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗതി ഫസ്റ്റ് ടൈം ആണോ, എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ചെയ്യാം. ഈ ഒരു ടിപ്സ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആണോ എങ്കിൽ നിങ്ങൾക്ക് അത് ചാറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ സൗകര്യം എന്ന് വെച്ചാല് ഇതില് പിന്നെ ഓക്കെ ഓക്കെ, ഇതില് ഈ ഒരു സംഗതി മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് തയ്യാറാക്കുന്ന സമയത്ത്, ഒരു ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള കണ്ടന്റുകൾ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള വലിയ ടാസ്ക് ആണ് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കാൻ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം, അത് നമുക്ക് ആളുകൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പിന്നെ അറിയാം, നമുക്ക് പെട്ടെന്നൊരു സംഗതിയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ അനോട്ടേഷൻ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ, അത് ചെയ്ത്. ഓക്കെ, ഇത് നമുക്ക് പിന്നെ പല രീതിയിലും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ക്യാൻവ നമുക്ക് ഈ രീതിയിൽ ഉപകാരപ്പെടും. ഞാനിപ്പോ ഇനി മറ്റൊരു യൂസ് കേസ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പേജിലേക്ക് എങ്ങനെ പോവാന്നുള്ളത് ഒന്നുകൂടി പുറകോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ഹോമിലേക്ക് പോകുന്നു. ഇവിടെ ഫസ്റ്റിനെ കാണാം ഡോക്സ്. ഇവിടെ സ്റ്റാർട്ട് റൈറ്റിംഗ് എടുക്കുന്നു. ഫസ്റ്റ് ഡോക്സ്, ഇതിപ്പോ സജസ്റ്റ് ചെയ്യാൻ കാരണം നമ്മളിപ്പോ ഓപ്പൺ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മുകളിലെ ലൈനിൽ തന്നെ ഫസ്റ്റ് ഡോക്സ് ആണ് ഉള്ളത്, അത് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ബ്ലാങ്ക് പേജ്. ഇവിടെ താഴെ കുറെ ടെംപ്ലേറ്റുകൾ ഉണ്ട്. നമ്മൾ CV മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഓക്കെ, പ്രൊജക്റ്റുകൾ മറ്റുള്ള പല ആവശ്യങ്ങളും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കൊരു റിസർച്ച് പ്രപ്പോസൽ കൊടുക്കണം, അതാണെങ്കിൽ ഈ ഒരു ഡോക്സിന്റെ പേജ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിന്റെ ആ സ്റ്റൈൽ അങ്ങനെ തന്നെ, അതായത് അതിന്റെ ഒരു പിന്നെ പ്രൊഫഷണൽ സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈല് നമുക്ക് കിട്ടും. നമ്മൾ മാനുവലായിട്ട് ഒരു സാധനം സ്വന്തമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പിന്നെ ഐഡിയ കിട്ടൂല. അപ്പൊ ഇത് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലെ കണ്ടന്റുകൾ മാത്രം മാറ്റി മാറ്റി
ഇതൊക്കെ ഡോക്സ് ചെയ്താണ് കേട്ടോ. നോക്കൂ, വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ഡോക്യുമെന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേർഡിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ മറ്റൊരു ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടൊരു പേജ് എടുക്കുക എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓൾറെഡി ഉള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടൊരു സംഗതി എടുക്കുകയും ചെയ്യാം. ഈ മൊബൈലില് മാജിക് ലെക്ചർ എങ്ങനെ എടുക്കാറ്? നിങ്ങള് ഇത് ചെയ്തോ? പിന്നെ ക്യാൻവ പ്രോ ആണോ? ക്യാൻവ പ്രോ ആക്റ്റീവ് ആണോ? ഹലോ, അതാ ക്യാൻവ പ്രോ ആക്റ്റീവ്. അതില് പിന്നെ നിങ്ങൾക്കൊരു താഴെ ഒരു 4 സ്റ്റാർ കാണാൻ കഴിയും. നിങ്ങള് മൊബൈലിൽ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ കാണിക്കും നിങ്ങളുടെ ഡോക്സ് എടുത്തു കഴിഞ്ഞാല്. ഓക്കെ. കണ്ടോ? അവിടെയാണ് മാജിക് റൈറ്റ് ഉള്ളത്. ആ അപ്പൊ നിങ്ങള് ഇതിലാരെങ്കിലും ഇനി പിന്നെ ക്യാൻവ പ്രോ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രോ പർച്ചേസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഏറ്റവും നല്ല ഒരു സാമ്പിൾ ആണ് ഈ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യുന്നിടത്ത് കൂടെ AI സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഇത്. അപ്പോൾ ഇതുവരെ പർച്ചേസ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത് പറയാം. കാരണം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരിക്കലും അതിന്റെ ഫ്രീ വേർഷനിൽ കിട്ടൂല. മൊബൈലില് നമ്മൾ സ്റ്റാർ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം സെർച്ച് എനിത്തിങ് അതാണല്ലോ കാണുന്നത്. അതിന്റെ താഴെ കണ്ടില്ലേ മാജിക് റൈറ്റ്? അതിന്റെ താഴെ മാജിക് റൈറ്റ് കണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുക. ലിസ്റ്റില് മാജിക് റൈറ്റ് ഡിസൈനിങ് അങ്ങനെ കണ്ടല്ലോ. കണ്ടില്ല. എങ്ങനെ? സ്റ്റാർ കണ്ടു, പക്ഷെ മാജിക് റൈറ്റ് അതായത് കണ്ടില്ല. നിങ്ങൾ ക്യാൻവ പ്രോ ആക്റ്റീവ് ആക്കിയോ? ക്യാൻവ പ്രോ ആക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കാണിക്കും മാജിക് റൈറ്റ് എന്നുണ്ടാവും. സ്റ്റാർ അല്ലേ ക്ലിക്ക് ചെയ്യേണ്ടുള്ളൂ. സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് റൈറ്റ് എന്ന് വരും. ഓക്കെ, ഡിസൈൻ, ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി, ടേബിൾ അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അതിന്റെ ഏറ്റവും മുകളിൽ എന്നാല് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവില്ലെന്നാ നമുക്ക് നോക്കാതെ. ബാക്കിയുള്ളവരൊന്ന് പറയും, മൊബൈലിൽ ഒന്ന് എടുത്തു നോക്കിയിട്ട് ഈ ഓപ്ഷൻ കാണുന്നുണ്ടോ എന്ന് പറയും. ക്യാൻവ പ്രോ ആക്കണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട സർ? നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ പിന്നെ ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലെ? ഉണ്ട്. നിങ്ങള് പിന്നെ ഈ ഇതിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ചെയ്തിരുന്നോ ക്ലാസ്സിന് വേണ്ടിയിട്ട്? ഇല്ല, ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പിന്നെ ഗ്രൂപ്പിൽ ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ശരി. ഓക്കെ. ശരി. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്തു തരാം കേട്ടോ. നമ്മളിപ്പോ അതിൽ കണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പിന്നെ 1 വീക്ക് ഇതിന്റെ സീക്രട്ടുകളിലെ എക്സ്പ്ലോറേഷനും അതോടൊപ്പം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉള്ള ട്രെയിനിങ്ങും ഒപ്പം ക്യാൻവയുടെ പ്രോ വേർഷൻ കൂടി നമ്മൾ 999 ആണ് അതിന്റെ ഫീ വരുന്നത്. അതായത് നിങ്ങൾക്ക് സെഷന്റെ കൂടെ അത് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ചിലപ്പോ പ്രോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ അത് അറിയുവാണല്ലോ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ അധികം നമ്മൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് പൊതുവെ അറിയാത്ത കാര്യങ്ങളിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക. ബാക്കി നിങ്ങൾക്കൊക്കെ ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ അല്ലാതെ റിപ്പീറ്റ് ചെയ്യില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പുതിയ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സ്റ്റാറ് ഏത് ഇതിലെടുക്കുമ്പോഴാ വരുന്നത് കാണുന്നില്ല. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഞങ്ങള് പേഴ്സണലായിട്ട് കിട്ടിയവരൊന്ന് പറയും. ഇത് നിങ്ങളുടെ മൊബൈലില് മാജിക് റൈറ്റ് ഓപ്പൺ ആയ കിട്ടിയ ആളുകളൊന്ന് പറയും. ഇല്ല, കിട്ടുന്നില്ലല്ലോ. അത് നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് വരുന്നത്. സ്റ്റാർ അമർത്തുമ്പോഴേ ആ ഡിസൈന്, ഹെഡിങ് അങ്ങനെ വരുന്നത്. ആണോ? പിന്നെ കിട്ടിയ ആളുകളൊന്ന് പറയോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അനീസ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് ഞാൻ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഡോക്യുമെന്റ് എടുത്തു, ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്തു. താഴെ പോയപ്പോ ആ മാജിക് സ്റ്റുഡിയോന്റെ പോലത്തെ ആ ഒരു ചിഹ്നം കണ്ടു. അപ്പൊ അത് ഞെക്കിയപ്പോ റൈറ്റ് എനിത്തിങ്, സെർച്ച് എനിത്തിങ് എന്ന് പറഞ്ഞു കണ്ടു. പിന്നെ താഴെ മാജിക് റൈറ്റ് കണ്ടോ? കണ്ടു. അത് ഓക്കെ, ഞെക്കിയപ്പോഴല്ലേ നമ്മള് സെർച്ച് എനിത്തിങ് എന്ന് പറഞ്ഞു അതെ. ഇനി കണ്ടു. പിന്നെ ചില സംഗതികളിൽ പിന്നെ ഒരു സാധ്യത എന്താ വെച്ചാൽ മൊബൈൽ ഫോണ്
പിന്നെ ഇതല്ലെങ്കിൽ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് എന്നല്ലെങ്കിലും ഈ പുതിയ ഓപ്ഷനുകൾ കിട്ടൂല. അപ്പോൾ അത് നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ക്യാൻവയിലെ ഹോമിലേക്ക് ഒന്നും കൂടി പോവാണ്. നമുക്കൊരു ബ്ലാങ്ക് പേജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി നമ്മുടെ ഒരു യൂസ് കേസുകൾ വെച്ചിട്ട് നമുക്കൊരു സംഭവം സെറ്റ് ചെയ്യാം. ഒരു കാര്യമേ, ലാപ്ടോപ്പിൽ നമ്മൾ ക്യാൻവ പ്രോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേ മെത്തേഡ് തന്നെയാണോ? അയ്യോ, അത് നിങ്ങൾ വൺ ടൈം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചെയ്താൽ അത് എത്ര ഡിവൈസിലും നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാം. സെയിം ഇമെയിൽ ഐ ഡിയിൽ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ വേറൊരു സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോ ഒരു പ്രൊപ്പോസൽ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് തയ്യാറാക്കണം. അപ്പൊ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു സാമ്പിളിന് നെക്സ്റ്റ് വീക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഓക്കെ, ആ പ്രോഗ്രാം എന്ന് വെച്ചാല് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു റിക്വസ്റ്റ് ലെറ്റർ ഷെയർ ആക്കാണ്. നമ്മളിപ്പോ ടെക് കഫേ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം നടക്കുന്ന ടീമിന് അവർ പറയാണ് ഒരു പെട്ടെന്നൊരു മെയിൽ, ഇത് ഇപ്പൊ ഇന്നലെ നമ്മൾക്ക് ഉണ്ടായൊരു നീഡ് കൂടിയായിരുന്നു, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത്. ഗിവ് മീ റിക്വസ്റ്റ് ലെറ്റർ ടു PMOC എന്താണ് ടു അലോ സെൻഡർ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ ചെയ്താൽ മതി. ഇതിന് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമുക്ക് അറിയാവുന്ന സിമ്പിൾ ഇംഗ്ലീഷിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതില് പിന്നെ ഒഫീഷ്യാലിറ്റി ഒന്നും ആവശ്യമില്ല. നമ്മളൊരു സാധാരണക്കാരെ ഒരാളോട് പറയുന്ന പോലെ തന്നെ അത്രയും സിമ്പിൾ ആയി നിങ്ങൾക്ക് പറയാം. ഒരു ക്യാമ്പ് സെന്റർ ഡേറ്റ് ഞാൻ പറയുന്നു. ഇപ്പൊ ഓഗസ്റ്റ്, നമ്മളിപ്പോ ഇന്നലെ അയച്ചത് പിന്നെ യൂത്ത് ഹോസ്റ്റലിലേക്കാണ് അയച്ചത്. യൂത്ത് അപ്പൊ സംഭവം പറഞ്ഞ് പെട്ടെന്ന് മെയിൽ അയക്കാൻ പറഞ്ഞ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യൂത്ത് ഹോസ്റ്റൽ കോഴിക്കോട്ടേക്ക് ഒരു ലെറ്റർ വേണം. ടു അലോ ക്യാമ്പ് സെന്റർ ഡേറ്റ് ഓഗസ്റ്റ് 9 to 11. ഓക്കെ, ടൈം പറഞ്ഞു 4 PM. ഓക്കെ, അപ്പോ 9-ാം തീയതി ടൈം 4 PM. അതുപോലെ തന്നെ എൻഡ് 11-ാം തീയതി 5 PM അവസാനിക്കുന്ന ഒരു ഡേറ്റ് ഞാൻ ഇവിടെ ഇട്ടുകൊടുത്തു. ഓക്കെ, അതിൽ 30 നമ്പേഴ്സ്. ഇതെന്താണെന്നൊന്നും പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. പിന്നെ സ്റ്റേ വേണം എന്ന് പറഞ്ഞു. പിന്നെന്താ പറയണ്ടേ, ഫുഡ് വേണം എന്ന് പറഞ്ഞു. ഹാള്, മൈക്ക്, പ്രൊജക്ടർ. ഒന്നൊരു അടുക്കി ചിട്ടില്ല, നിങ്ങൾക്ക് ഒറ്റടത്തിന് മനസ്സിലാവും. നമ്മളുടെ ആവശ്യമാണ് പറയുന്നതെന്നുള്ളൂ. എന്ന് പറഞ്ഞു ബൈ സുഹൈർ. ഇത് ഇന്നലെ പിന്നെ ബസ്സിൽ പോയി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ നെക്സ്റ്റ് നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് ഓഗസ്റ്റിൽ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പൊ അവര് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അപ്പൊ ഉടൻ തന്നെ മെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞപ്പോ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്രയും ഡാറ്റസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒരു പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, മെയിൻ ആയിട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും തോന്നുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ജനറേറ്റ് കൊടുക്കുന്നു. നോക്കൂ, ഒരു പിന്നെ പ്രൊഫഷണൽ ഒരു ഫോർമൽ ലെറ്റർ എത്ര പെട്ടെന്നാണ് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതെന്ന് ദ മാനേജർ യൂത്ത്. അതിന്റെ എല്ലാ പെർഫെക്ഷനോട് കൂടെ അവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് അടക്കം ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ സബ്ജക്ട് കൊടുത്തു. ഹൈ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻ യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈ സ്പിരിറ്റ്. മൈ നെയിം ഈസ് സുഹൈർ അലി. നമുക്ക് ഇവിടെ നമ്മളുടെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ കുറച്ച് മുറിഞ്ഞ വേർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കൺസെപ്റ്റുകളൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, വളരെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കുക, ഒന്ന് സൂം ചെയ്ത് വായിച്ചു നോക്കുക. ഇതിൽ നോക്ക്, we are planning to organize a camp for our students and we would like to request this use of your facilities and the youth hostel in Kozhikode.
എന്നിട്ട് നമുക്ക് അതിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത സംഗതികൾ, എന്നിട്ട് ഒരു എന്തൊക്കെ ഫോർമലായിട്ട് അവരോട് പറയണോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മളിതൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് അതിൽ കുറച്ച് ഡാറ്റാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവസാനം പിന്നെ അതിന്റെ ഒരു ഫോർമൽ സ്വഭാവത്തിൽ സാധനം കിട്ടി. ഇത് അടുത്ത മിനിറ്റിൽ ഞാൻ ഷെയർ ചെയ്യാണ്. ഒന്നാലോചിച്ച് നോക്ക്, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇതൊരു AI ടെക്നിക്കാണ്, ഇതൊരു പിന്നെ AI ടൂളിന്റെ ടെക്നിക്കാണ്. പക്ഷെ ഞാൻ ഇതിവിടെ കാണിക്കാൻ കാരണം നമ്മൾക്ക് ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്കിത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ChatGPT മറ്റുള്ള AI ടൂളുകളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള വലിയ സാധ്യതകളാണ് നമ്മൾ ഈ ക്യാമ്പുകളിലൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു സാമ്പിളിന് ഒരു എല്ലാവർക്കും പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഗതി ചെയ്തതാണ്. ഓക്കെ, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് പറയാം ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറയാം. വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ടുകൊണ്ട് പറയാട്ടോ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ, PDF സ്റ്റാൻഡേർഡ്. ഇതെന്തായി, ഇനി നമുക്കിത് അടുത്ത ക്ലിക്ക് നേരെ ഇത് പ്രിന്റിലേക്ക് കൊടുക്കും ചെയ്യാം. നോക്കൂ, ഇവിടെ നമുക്കൊരു ലെറ്റർ ഹെഡ് സ്വഭാവത്തിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ലെറ്റർ ഹെഡ് സ്വഭാവത്തിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഡീറ്റെയിൽ ലോഗോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനും അധികം സമയമൊന്നും ആവശ്യമില്ല, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ AI കൂടി എങ്ങനെ നമുക്ക് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന, ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഷെയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡിൽ ഈ പറയുന്ന ഡോക്സും PDF മാത്രമാണ് ഉള്ളത്. അതായത് വേർഡ് ഫയൽ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ക്യാൻവയുടെ ഹോബിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നമ്മള് മറ്റൊരു സംഭവം വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോ ഡീറ്റെയിലേക്ക് പോവാതെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ഇത് നമുക്ക് എന്താ വെച്ചാൽ ലൈവ് ക്ലാസ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത്, ലൈവ് ക്ലാസ്സുകൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അപ്പോ പിന്നെ നമുക്ക് മീറ്റിങ്ങിലൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് വൈറ്റ് ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ നമുക്കറിയാം, പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ കാണിച്ചത് അങ്ങനെ ഒരു മാതൃകയാണ്. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയുടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ടെംപ്ലേറ്റുകൾ കാണാൻ കഴിയും. കാരണം ഇപ്പോൾ നമുക്കറിയാം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പല സൈസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ യൂട്യൂബിന്റെ തംബ്നെയിൽ വെക്കുന്ന സൈസ് ആവില്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുമ്പോൾ വരിക. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓരോന്നും അളന്ന് മനസ്സിലാക്കി പോകുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതിന്റെയൊക്കെ ഡമ്മി സ്റ്റൈൽ ഇവിടെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ ഫ്രെയിമിൽ നമുക്ക് ഉണ്ടാക്കാം. FB പോസ്റ്റ് ലാൻഡ്സ്കേപ്പിൽ, ഇൻസ്റ്റാ സ്റ്റോറിക്കുള്ള പിന്നെ സംഗതികൾ, അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ കവർ പേജ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണോ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, വാട്സപ്പ് സ്റ്റാറ്റസ്, ഫേസ്ബുക്ക് കവറ്, ഇൻസ്റ്റാഗ്രാം റീല്, യൂട്യൂബ് തംബ്നെയിൽ, യൂട്യൂബ് ഇൻട്രോ വേണം, ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഇൻട്രോ വേണം, ആനിമേറ്റഡ് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ബാനർ ആവശ്യമുണ്ടെങ്കിൽ അത്, ട്വിറ്റർ പോസ്റ്റ്, പ്രിന്റ് ടെക്സ്റ്റ്, പിന്നെ ലിങ്ക്ഡിൻ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് നമുക്ക് എല്ലാ പിന്നെ സ്റ്റൈലിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ താഴോട്ട് വരിക, താഴോട്ട് വരുന്ന സമയത്ത് ഓരോന്നും അതിന്റെ ഡീറ്റെയിലേക്ക് പോവാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആവശ്യമുള്ള എല്ലാ ടെംപ്ലേറ്റ്സുകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുന്ന് വന്ന് FBയിലേക്ക് വന്നു കഴിഞ്ഞാൽ FBയിലേക്ക് ഒരു ആഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആഡ് എടുത്താൽ മതി. ഇതിൽ നമുക്ക് കണ്ടന്റ് സെറ്റ് ചെയ്തിട്ട് നമുക്കത് ഫേസ്ബുക്ക് ആഡിന് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് കവർ, ഫേസ്ബുക്ക് വീഡിയോ, ഫേസ്ബുക്ക് സ്റ്റോറി, ഫേസ്ബുക്കിന്റെ നേരത്തെ നമ്മൾ കണ്ടത് കുറച്ച്
പ്രധാനപ്പെട്ട ഇനങ്ങളാണെങ്കിൽ ഓരോ കാറ്റഗറിയിലും ഇത് ഓരോ കാറ്റഗറിയിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാം. ലിങ്ക്ഡിനിലാണെങ്കിൽ ലിങ്ക്ഡിനിലും 4 ടൈപ്പ് സംഭവങ്ങൾ. അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് മീൻസ് ഓരോന്നിന്റെയും മോഡലുകൾ, ഉണ്ടാക്കി വെച്ച മോഡലുകളാണ്. ഇൻസ്റ്റഗ്രാമിന്റെ വ്യത്യസ്ത മോഡലുകൾ ഇവിടെ കാണാൻ കഴിയും. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മോഡലുകൾ കാണാൻ കഴിയും. ഇൻസ്റ്റ സ്റ്റോറി, ഫേസ്ബുക്ക് കവർ, ഇതൊക്കെ അടങ്ങുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒറ്റ ഇതിന്റെ അകത്ത്. ഇത് പോപ്പുലർ. ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ സാധനം, എഫ്ബിന്റെ സാധനം, ലിങ്ക്ഡിൻ സാധനം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ കൂടുതൽ ചോദിക്കുകയാണ്, ലിങ്ക്ഡിൻ അക്കൗണ്ടുള്ള എത്ര പേര് ഇതിലുണ്ട്? ഉണ്ടെങ്കിൽ എസ് എന്ന് പറയാം. സ്വന്തമായിട്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ആർക്കെങ്കിലും ഉണ്ടോ? ആ, ഓക്കെ. ഓക്കെ ഓക്കെ 6 പേരിൽ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ ലിങ്ക്ഡിൻ ആളുകൾക്ക് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സംഗതികൾ. ഓക്കെ, ഇതാണ് സോഷ്യൽ മീഡിയ. വീഡിയോ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ 2 ടൈപ്പ്, അതായത് വൈഡ് ടൈപ്പും പോർട്രേറ്റ് ടൈപ്പും നമുക്കുണ്ട്. അതിൽ തന്നെ മൊബൈൽ വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ, ഇൻസ്റ്റാ റീൽ, യൂട്യൂബ് വീഡിയോ, വീഡിയോ കൊളാഷ്, ലിങ്ക്ഡിൻ വീഡിയോ, അങ്ങനെ തുടങ്ങുന്ന കുറെ സംഗതികളുണ്ട്. ഇതൊരു അൾട്ടിമേറ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അല്ല ഈ ക്യാൻവ എന്ന് പറയുന്നത്. അതേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിന്നെ ചെറിയൊരു മോഷൻ, ചില പോസ്റ്ററുകൾ ഗ്രൂപ്പിൽ തന്നെ പലരും ഷെയർ ചെയ്തിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള ഒരു അനിമേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കണ്ടന്റ് കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓരോരോ കണ്ടന്റ് ഇവിടുന്ന് സെർച്ച് ചെയ്ത് ഇതിലേക്ക് വലിച്ചിട്ട് ആവശ്യമായ മാറ്റങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വലിയ ലെങ്തി വീഡിയോ, വലിയ എഡിറ്റിംഗ് സ്യൂട്ട് ഒന്നല്ല. അതേ സമയത്ത് അത്യാവശ്യം കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വീഡിയോ ആക്കി ക്യാൻവ സപ്പോർട്ടോടുകൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരാൻ പോകുന്നത് പിന്നെ ഇതാ വീഡിയോയുടെ വ്യത്യസ്ത പാറ്റേൺ കണ്ടു. ഓക്കെ, പിന്നെ ടെംപ്ലേറ്റ്സ്, കുറെ വീഡിയോ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സൗകര്യം. ഇവിടെ കുറെ റീൽസിന്റെ ഇതൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിലുള്ള ടെംപ്ലേറ്റുകൾ, അതിലെ കണ്ടന്റുകൾ മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പൊ ഇതില് ഒരു 6 പീസുകളാണുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് മാറ്റി കൊടുത്തിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് വീഡിയോ സെക്ഷനിലുള്ളത്. പിന്നെ കഴിഞ്ഞാല് പ്രിന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അതായത് ഇപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ FBയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടന്റുകളാണ്. ഇനി പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചില പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, അറിയാലോ. ഒരു പിന്നെ ഫ്ലെയർ, പ്രിന്റിംഗ് ഫ്ലെയറുകൾ, ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ്, ഗിഫ്റ്റ് ടാഗ്, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയാ പോസ്റ്റ് കാർഡ്, ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റർ, ന്യൂസ് ലെറ്റർ, അങ്ങനെ പ്രിന്റിംഗ് പർപ്പസ് ഉള്ള സാധനങ്ങളാണ് ഇത്. ഓക്കെ, റെസ്യൂം, പോസ്റ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ കുറെ സംഭവങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പ്രിന്റിംഗ് പർപ്പസിൽ അവൈലബിൾ ആണ് ഇവിടെ. ഇതൊക്കെ ക്ലിക്ക് ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്ത് പ്രിന്റിന് കൊടുക്കാം. ഓക്കെ, ഇതിൽ പോപ്പുലർ മാർക്കറ്റിംഗിന്റെ മാത്രമുള്ള സാധനങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. ഒരു മാഗസിൻ, അങ്ങനെ പ്രിന്റ് സ്വഭാവത്തിലെല്ലാം ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഗിഫ്റ്റിന് പറ്റുന്ന സാധനങ്ങൾ, സ്റ്റേഷനറി സംഭവങ്ങൾ, കാർഡ്, ഇൻവൈറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, ഇപ്പോ പെട്ടെന്നൊരു പിന്നെ നമ്മുടെ പേഴ്സണൽ ഇതൊക്കെ ഉണ്ട്, ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻ തിരഞ്ഞ് നടക്കേണ്ടതില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഒരു വെബ് പേജ് തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ക്യാൻവ നിങ്ങൾക്ക് നൽകുന്ന സംഗതികൾ. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീയിൽ കിട്ടിക്കൊള്ളുന്നില്ല. അത് രണ്ടും ഓരോന്നും കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോന്നിന്റെയും ഫീച്ചറും അതിന്റെ കുറവും പിന്നെ സാധ്യതകളും മനസ്സിലാകുക. ഇത് നമുക്ക് പിന്നെ ഡിസൈൻ ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനും നമുക്ക് കഴിയും. ഇതിപ്പോ ഒരു സൈറ്റ് ടൈപ്പാണ്. ഇത് നമുക്ക് ഇവിടെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിഷ് വെബ്സൈറ്റ്, അവിടെ വെബ്സൈറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനും ആ URL നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കൊരു പിന്നെ സൈറ്റ്, അത് സ്വന്തമായിട്ട് സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡൊമൈനൊക്കെ പർച്ചേസ് ചെയ്യണം. ഇതിപ്പോ അങ്ങനെയൊന്നുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒരു വെബ്സൈറ്റ് സ്വഭാവത്തിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ്
ഈ സൈറ്റ് എന്ന് പറഞ്ഞ സംഗതി. ഇവിടെയൊക്കെ നമുക്ക് കണ്ടന്റ് മാറ്റി ആഡ് ചെയ്ത് നമ്മളേതാക്കി മാറ്റി. ഫേസ്ബുക്ക് ഇനി മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള കാര്യങ്ങൾ മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്. പിന്നെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് ഇൻഫോഗ്രാഫിക്സിന്റെ സാമ്പിൾ. അതായത് പിന്നെ വിഷ്വലിലൂടെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഇൻഫോഗ്രാഫിക്സ് പറയാം. ഇപ്പോ ഒരു സംഭവത്തിന്റെ ടൈം ലൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കാലക്രമത്തിനനുസരിച്ചുള്ള ഒരു സംഗതി. ഇതേപോലെ നമുക്കൊരു കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ സംഭവം ചെയ്യാണ്. അപ്പൊ അതില് ഈ ചിത്രങ്ങളും ഗ്രാഫിക്സും കൂടി ചേർത്തിട്ട് ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ടെക്നിക്കാണ് ഇൻഫോഗ്രാഫിക്സ്. നമുക്ക് കുറെ ടെക്സ്റ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ബോറായി തോന്നും. അപ്പോ ടെക്സ്റ്റും കണ്ടന്റും ഫിക്സ് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻഫോഗ്രാഫിക്സ്. അപ്പൊ ഇത് നമുക്ക് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം, ഇത് മോറിൽ വരുന്നതാണ്. ഫോട്ടോ കൊളാഷ് നമുക്കറിയാം. ഒന്നിലധികം ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാം. ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ, ഗ്രാഫ്, അതുപോലെ തന്നെ ബുക്ക് കവർ. നമുക്കൊരു ഈ ബുക്ക് മറ്റോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്ക് കവർ നിന്ന് ഡിസൈൻ ചെയ്യാം. പിന്നെ ഇതിൽ മറ്റൊരു സംഭവമാണ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇതിലുണ്ട്. പിന്നെ ഇത് കുറച്ച് ഒരു ഡീറ്റെയിൽ സംഗതിയാണ്. നമുക്ക് പിന്നെ എന്താ പറയാ, ഒരു സംഗതിയെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കൺവേ ചെയ്യിക്കാൻ ഉള്ള ചില ടെക്നിക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ്. അതില് കുറെ ഗ്രാഫിക്സുകൾ, കുറെ വിവരങ്ങൾ ഒറ്റ പേജിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ചില സംഗതിയാണ് മാർക്കറ്റിംഗ് മൈൻഡ് മാപ്പ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതൊരു വലിയ പ്രൊജക്റ്റുകളൊക്കെ ഇതേ രീതിയിൽ പിന്നെ നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സംഗതികൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ചില പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒക്കെ ടീംസ് അവരുടെ മൊത്തം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ചില സംഗതികൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊത്തം സ്ട്രക്ചർ പരിചയപ്പെടുത്താൻ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ഗ്രാഫിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് കലണ്ടർ. അതുപോലെ തന്നെ വിർച്വൽ മൈൻഡ് മാപ്പ് കഴിഞ്ഞു. മാഗസിൻ കവർ നമ്മൾ പറഞ്ഞു. പിന്നെ സൂം വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വേണമെന്നുള്ളത് നമുക്കിപ്പോ ഡിസൈഡ് ചെയ്യാലോ. അപ്പൊ അത് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. കലണ്ടർ നമുക്കിപ്പോ സാധാരണ കണ്ടിട്ടുണ്ടാവില്ല, മക്കളെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കലണ്ടർ ഒക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ സിമ്പിൾ ആയിട്ട് പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, ഓൾറെഡി കലണ്ടർ ഇവിടെ ഉണ്ടാവും. നമ്മൾ ആകെ സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ എന്ത് ചെയ്യാം, പിന്നെ കണ്ടന്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. കലണ്ടറിൽ പിന്നെ മാറ്റം വരുന്നുണ്ടല്ലോ. അതില് ജസ്റ്റ് പിന്നെ കണ്ടന്റ് മാത്രം മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ കമ്പനിക്കോ സ്ഥാപനത്തിനോ വേണ്ടിയിട്ട് കലണ്ടർ ഇതേപോലെ സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലെ പ്ലാനർ എന്ന നിലക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ കലണ്ടറിലുണ്ട്. പിന്നെ പോസ്റ്റർ, ലാൻഡ്സ്കേപ്പ്, വർക്ക്ഷീറ്റ്. ഇപ്പൊ നമുക്ക് പിന്നെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഈ പ്രൊജക്ട് സ്റ്റുഡൻസിനൊക്കെ ആവശ്യം വരുന്ന സംഭവമാണ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, കുട്ടികൾക്ക് ഇപ്പോ പ്രിന്റ് ഒക്കെ എടുത്ത് കൊടുക്കൂല. അപ്പൊ നമ്മളെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുന്നേക്കാളും ഒരു പ്രൊഫഷണലിസം ഉണ്ടാവും. ഇങ്ങനെയുള്ള ടൂളുകൾ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, പല രീതിയിലുള്ള പസിലുകൾ അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പല തരത്തിലുള്ള ആക്ടിവിറ്റികൾക്കൊക്കെ നമുക്ക് ഈ പിന്നെ സംഭവങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, അതാണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന സാധനമാണ് റിപ്പോർട്ട്
എന്ന് പറയുന്നത്. റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പിന്നെ പ്രൊജക്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ ഒരു ആവശ്യം വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പ്രൊഫഷണൽ സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ ഡോക്സിന്റെ തന്നെ വേറെ പതിപ്പാണ്. അതിൽ നമുക്ക് കുറെ പിന്നെ മോഡൽസ് കിട്ടുന്നു മാത്രം. പ്ലാനർ മീൻസ് നമുക്കൊരു പദ്ധതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെഡ്യൂൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അങ്ങനെ കുറെ സംഗതികൾ ഇതിലുണ്ട്. ഇതിനൊക്കെ ടെംപ്ലേറ്റ് താഴെ ഉണ്ട്. ഇത് ജസ്റ്റ് ബ്ലാങ്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഡോക്സുമായി തന്നെ തോന്നുന്നത്. പക്ഷെ അത് ഓൾറെഡി ചെയ്ത് വെച്ച് നമുക്ക് സംഭവമുണ്ട്. ഇപ്പൊ ക്ലാസ് ഷെഡ്യൂൾ ഇവിടെ വെക്കാം, കൺസെപ്റ്റ് മാപ്പ് വെക്കാം, പിന്നെ ഗ്രാഫിക് ഓർഗനൈസർ, ടാഗ്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടാഗ് പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഇൻവോയ്സ്, ഇപ്പൊ നമുക്ക് ബില്ല് അങ്ങനത്തെ പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഇവിടെ റെഡിമെയ്ഡ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇതൊക്കെ ലെസൺ പ്ലാനിന്റെ മോഡലുകളാണ്. ഓക്കെ, വീക്കിലി ലെസൺ പ്ലാന്, ഡെയിലി ലെസൺ പ്ലാനുകൾ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വ്യത്യസ്ത ലെസൺ പ്ലാനിന്റെ മോഡലുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്ന നിലക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിൽ വരുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള ഒരു സംഗതികളാണ്. ഇൻവോയ്സ് നമ്മൾ പറഞ്ഞു, ഫ്ലയർ, ഈ കവർ, ഈ ബുക്ക്, ഒരു ലെസൺ പ്ലാൻ, പ്രോഗ്രാം നോട്ടീസുകൾ. നമുക്കിപ്പോ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യണം, അപ്പൊ അതിന് പ്രോഗ്രാം നോട്ടീസിന്റെ പിന്നെ ഡീറ്റെയിൽസ് നമ്മൾ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച പ്രോഗ്രാമുകളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അജണ്ടകൾ, അതിന്റെയൊക്കെ ഒരു ഉണ്ട്. ഓരോന്നിലും നമുക്ക് വ്യത്യസ്ത സ്റ്റൈലില് നമ്മൾ ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും അതിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യും. നമ്മൾ വെറുതെ ഒരു A4 പ്രിന്റ് എടുക്കുന്നതിനേക്കാളും ഇതിൽ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ് ടൈപ്പ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയാവില്ല. അത് ഒരു ഗസ്റ്റിനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ, ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലെന്തോ ഒരു പിന്നെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നതായിട്ട് ഫീൽ ചെയ്യും. വെറുതെ ഒരു ബ്ലാങ്ക് A4 പ്രിന്റ് എടുത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. മൈൻഡ് മാപ്പ് ആൻഡ് ഇൻഫോഗ്രാഫിക്സ് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മൈൻഡ് മാപ്പ് നമ്മൾ കണ്ടല്ലോ, ഒരു പ്ലാന് മൊത്തത്തില് നമുക്ക് പ്രസന്റ് ചെയ്യാനൊക്കെയാണ് അത് ഉപയോഗിക്കുക, ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഇൻഫോഗ്രാഫിക്സ് അതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന പിന്നെ ഒരു നീളത്തിൽ ഉള്ള ഒരു ടൈപ്പാണ്. അതിങ്ങനെ താഴെ താഴെ ഇങ്ങനെ കണ്ണിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും രണ്ട് ടൈപ്പ് യൂസേജ് ആണ് മാത്രം. ഇതൊന്ന് ഒരു സെന്ററിന് പല ഭാഗത്തേക്കാണ് അതിന്റെ പിന്നെ വിങ്സുകൾ എന്ന രീതിയിലാണ് മൈൻഡ് മാപ്പിന്റെ ഒരു സ്റ്റൈല്. മറ്റേത് അങ്ങനെയല്ല. മറ്റേതൊരു ക്രോണോളജിക്കലായിട്ട് മുകളിൽ ഇങ്ങനെ താഴോട്ട് 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 വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈലാണ്. അതാണ് നമുക്കൊരു ഒറ്റവട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, വീണ്ടും നമുക്ക് ഇതിലേക്ക് മോറിലേക്ക് പോവാം. മോറിൽ പിന്നെ വരുന്ന കാര്യങ്ങൾ ഓക്കെ, പിന്നെ ലെസൺ പ്രോഗ്രാം പറഞ്ഞു, പിന്നെ ബുക്ക് മാർക്ക്, അതുപോലെ തന്നെ ഫോൺ വാൾപേപ്പർ, ഇതൊക്കെ ഇത്രയും സാധ്യതകൾ നമുക്ക് എന്ത് ചെയ്യാം ഈ മോറിന്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഒരു ഡിസൈനർക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പൊ നമ്മൾ പറയാത്ത കാര്യങ്ങളാണ് ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ. നമ്മളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വാൾപേപ്പർ ഡിസൈൻ ചെയ്ത് വെക്കാം, ഗ്രാഫ്സ് വെക്കാം, നമുക്കൊരു ബുക്ക് കവർ സെറ്റ് ചെയ്യണത് വെക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഈ ഒരൊറ്റ സംഗതിയിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, നമ്മളിതിന്റെ ഒരു മുകളിലുള്ള മെനു മാത്രമാണ് പറഞ്ഞു കഴിഞ്ഞത്.